യെസ്, ലതീഷ് തുടരുന്നുണ്ട്. ലതീഷ്, ഈ ഒരുപാട് ആളുകൾ കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്നു. അപ്പോഴത്തെ സ്ഥിതി എന്തായിരുന്നു എന്നത് അറിയണം. ഒപ്പം മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റേണ്ട സാഹചര്യം ഉള്ള ഗുരുതരമായ പ്രതിസന്ധിയിലുള്ള രോഗികൾ ഉണ്ടായിരുന്നു. എല്ലാവരും സുരക്ഷിതരാണ് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം, അവരുടെ ആരോഗ്യസ്ഥിതി ഒക്കെ പെർഫെക്റ്റ് എന്ന നിലയ്ക്ക് തന്നെയാണല്ലോ? നിലവിൽ ആ നിലയ്ക്ക് തന്നെയാണ് അന്ന. പരമാവധി വേഗത്തിൽ തന്നെ ആശുപത്രി മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലുള്ള രോഗികളെ പരമാവധി വേഗത്തിൽ തന്നെ പുറത്തേക്ക് ഒഴിവാക്കിയിരുന്നു. ആദ്യഘട്ടത്തിൽ ചെറിയ തോതിലാണ് പുക ഉയർന്നത്. എന്നാൽ പിന്നീട് ഈ കാഷ്വാലിറ്റി ബ്ലോക്ക് ഇതിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഭാഗം തന്നെയാണ് കാഷ്വാലിറ്റി ബ്ലോക്ക് സംവിധാനം എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് പുക ഉയരുന്നത്. ആ പുക പൂർണ്ണമായിട്ടും ഇപ്പോഴും പോയിട്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം ചെറിയ തോതിൽ പുക ഇപ്പോഴും വരുന്ന സാഹചര്യമുണ്ട്. അത് പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വൈദ്യുത ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചിട്ടുണ്ട്. ഈ ബ്ലോക്കിലുള്ള വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചിട്ടുണ്ട്. ICU രോഗികളെയാണ് ആദ്യം തന്നെ ആശുപത്രിയിൽ നിന്ന് ഈ ബ്ലോക്കിൽ നിന്നും മാറ്റിയത്. അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിർത്താൻ കഴിയുന്നവരെ അവിടെ തന്നെ നിർത്തി. ബാക്കിയുള്ളവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൂടി മാറ്റിയിട്ടുണ്ട്. 30 പേരെ ആ നിലയിൽ മാറ്റിയെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചത്. അത് രോഗികളുടെ കൂട്ടിയിരിപ്പുകാരുടെ കൂടി സൗകര്യം കണക്കിലെടുത്താണ്, അവരുടെ കൂടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ രോഗികളെ മാറ്റിയത്. പിന്നീട് ബാക്കി മുഴുവൻ രോഗികളെയും മാറ്റി, ആശുപത്രി ജീവനക്കാരെയും മാറ്റി. അതിനുശേഷമാണ് ഫയർഫോഴ്സ് എത്തിയ ഘട്ടത്തിൽ തീപിടുത്തം എന്നുള്ള നിലയിലാണ് ആദ്യം വാർത്തകൾ പുറത്തു വന്നത്. ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ഈ UPS മുറിയിലുള്ള പൊട്ടിത്തെറിക്കും അതേപോലെ ശക്തമായ വലിയ തോതിലുള്ള പുക ഉയരുന്നതിനും ഇടയാക്കിയതെന്നാണ് പ്രാഥമികമായി ഇലക്ട്രിക്കൽ വിഭാഗം നടത്തിയ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. കൂടുതൽ വിശദമായ പരിശോധന സ്വാഭാവികമായും നാളെയും വരും ദിവസങ്ങളിലുമെല്ലാം തുടരുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഏത് അടിയന്തര സാഹചര്യവും നേരിടാനുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതായി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും ജില്ലാ കളക്ടറും ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഉൾപ്പെടെ കൂടുതൽ രോഗികൾ എത്തുകയാണെങ്കിൽ അവരെ കൂടി അവിടെ ഉൾക്കൊള്ളിക്കാൻ ആവശ്യമായ ക്രമീകരണം കൂടി അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടറും അതേപോലെ തന്നെ പ്രിൻസിപ്പലും അറിയിച്ചിരിക്കുന്നത്. വളരെ സംയോജിതമായ ഒരു ഇടപെടലാണ് പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും അതേപോലെ തന്നെ ഇവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരുടെയും എല്ലാം ആശുപത്രി ജീവനക്കാരുടെ എല്ലാം ഭാഗത്തു നിന്നും ഉണ്ടായത്. വളരെ വേഗത്തിൽ തന്നെ പരമാവധി ആംബുലൻസുകളെ എത്തിക്കുകയും പരമാവധി രോഗികളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് സുരക്ഷിതമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മറ്റ് ബ്ലോക്കുകളിലേക്കും അതേപോലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്കും എത്തിക്കാൻ കഴിഞ്ഞു. ആരോഗ്യനില എല്ലാവരുടെയും തൃപ്തികരമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പഴയ കാഷ്വാലിറ്റി ബ്ലോക്ക് പ്രവർത്തിച്ച സ്ഥലത്ത് അടിയന്തരമായി തന്നെ കാഷ്വാലിറ്റി താൽക്കാലികമായി സജ്ജീകരിക്കാനുള്ള നിർദ്ദേശവും ഇതിനകം തന്നെ ആശുപത്രി അധികൃതർ നൽകി കഴിഞ്ഞു. അതിനനുസരിച്ചുള്ള ക്രമീകരണവും അവിടെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അന്ന. ശരി, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റിയിൽ പുക ഉയർന്നതിനെ തുടർന്ന് അവിടെ നിന്ന് രോഗികളെ സുരക്ഷിതരായി മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുന്നു. യാതൊരു വിധത്തിലുള്ള അപകട സംഭവങ്ങളും ഉണ്ടായിട്ടില്ല എന്നതാണ് ലതീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്.